പി ആർ സുനിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ വഴി. പി ആർ സുനിൽ, ഗുഡ് ഈവനിങ്. പി ആർ സുനിൽ, ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രമേ ബാക്കി നിൽക്കൂ. ഇടതുമുന്നണിയിലെ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ, ഒന്ന് CPIയുടെ സംസ്ഥാന സെക്രട്ടറി, മറ്റൊന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മുതിർന്ന CPM നേതാവ് ശിവൻകുട്ടി. ഇവർ രണ്ടുപേരും PMCയെ ചൊല്ലി കൊമ്പ് കോർക്കുന്നതാണ് കണ്ടത്. ഒളിയമ്പായിരുന്നുവെങ്കിലും ആ അമ്പ ആർക്കെതിരെയാണ് എന്നുള്ളത് രാവിലെ തന്നെ മാധ്യമങ്ങളോട് സംസാരിച്ച ഉടനെ എല്ലാവർക്കും മനസ്സിലായി. ബിനോയ് വിശ്വം വന്ന് അതിന് മറുപടിയും നൽകി. PM-ൽ പോരാണോ വീണ്ടും? PM-ശ്രീ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇക്കാര്യത്തിൽ CPIM വളരെ ക്ലാരിറ്റിയോടുകൂടി ഒരു നിലപാട് നേരത്തെ എടുത്തിട്ടുണ്ട്. അത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വിരുദ്ധമായ ഒരു നീക്കമാണ് കേരളത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വലിയ വിവാദമായി. CPI അതിന് ശക്തമായ എതിർപ്പുമായി രംഗത്ത് വന്നു. പിന്നീട് ഇത് മന്ത്രിസഭയിൽ 2 തവണ CPI ഉന്നയിച്ചതാണ്. അതിനുശേഷം LDF-ൽ ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുക്കാം എന്ന് സർക്കാർ ഉറപ്പ് നൽകി. പക്ഷേ LDF-ൽ അങ്ങനെ ഒരു ചർച്ചയുണ്ടായില്ല. അതിനിടയിലാണ് ആരും അറിയാതെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് PM-ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കുന്ന ഒരു തീരുമാനമുണ്ടായത്, ഒരു നടപടി ഉണ്ടായത്, ഒരു നീക്കമുണ്ടായത്. അതാണല്ലോ വലിയൊരു പൊട്ടിത്തെറിയായി മാറിയത്. പിന്നീട് CPI പരസ്യമായി പ്രതിഷേധവുമായി രംഗത്ത് വന്നു. പിന്നെ സമവായ ചർച്ചകളായിരുന്നു. ഏറ്റവും ഒടുവിൽ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തു. PM-ശ്രീ പദ്ധതി തൽക്കാലം മരവിപ്പിക്കുക. ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. ആ സമിതിയുടെ റിപ്പോർട്ട് വന്ന ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാം എന്നതായിരുന്നു പിന്നീട് സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി അക്കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. നേരത്തെ നമ്മൾ മുഖ്യമന്ത്രിയുടെ വാക്ക് കേട്ടല്ലോ. അപ്പോൾ അതോടുകൂടി ഇത് തീരേണ്ടതാണ്. കാരണം സംസ്ഥാനത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിനകത്ത് ഒരു യോജിപ്പില്ലായ്മ ഒരു കാരണവശാലും പുറത്തു വരാൻ പാടില്ല. ഇടതുപക്ഷം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. അതിനിടയിലാണ് ഇത് വീണ്ടും ഇപ്പോൾ ചർച്ചയായി മാറിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രതികരണത്തിൽ നിന്നാണ് അത് വീണ്ടും തുടങ്ങുന്നത്. മാധ്യമപ്രവർത്തകർ ബിനോയ് വിശ്വത്തോട് ചോദിക്കുന്നു, ഈ PM-ശ്രീയുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ പുതിയ നിലപാട് കേന്ദ്രത്തെ അറിയിച്ചുകൊണ്ട് കത്ത് അയച്ചിട്ടില്ലല്ലോ. അപ്പോൾ ബിനോയ് വിശ്വം അതിന് മറുപടി നൽകുകയാണ്, കത്ത് അയച്ചിട്ടില്ലെങ്കിൽ അപ്പോൾ കാണാം. അങ്ങനെ ഒരു മറുപടി കഴിഞ്ഞ ദിവസം നൽകുന്നു. ഇന്ന് രാവിലെ മന്ത്രി V ശിവൻകുട്ടി പറയുന്നു, ഈ SSA ഫണ്ട് കിട്ടാതിരുന്നാൽ അതിന്റെ ഉത്തരവാദി ഞാനല്ല എന്ന് പറയുന്നത്. സ്വാഭാവികമായും അത് CPIക്കുള്ളൊരു അടിയാണ് എന്ന് CPIക്ക് വിലയിരുത്താം. എല്ലാവർക്കും അങ്ങനെ തോന്നാം. അതിന് വളരെ ശക്തമായി തന്നെ ഇന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ മറുപടി വരുന്നു. സ്വാഭാവികമായും LDF-നകത്ത് വീണ്ടും PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നു. കാരണം മന്ത്രിയും CPI സംസ്ഥാന സെക്രട്ടറിയും തമ്മിൽ പരസ്പരം എതിർത്തുള്ള നിലപാടുകൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ ഇത് ഒഴിവാക്കേണ്ട ഒരു സാഹചര്യം തന്നെയായിരുന്നു. ഏതായാലും PM-ശ്രീയുമായി ബന്ധപ്പെട്ട് CPM സ്വീകരിച്ച നിലപാട് CPM-ന്റെ ദേശീയ നിലപാടിന് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെയാണ് CPI കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ടൊരു തീരുമാനം ഇക്കാര്യത്തിൽ എടുത്തപ്പോൾ CPM-ന് അത് അംഗീകരിക്കേണ്ടി വന്നത്. അത് അംഗീകരിച്ചില്ല എങ്കിൽ രാഷ്ട്രീയമായി അത് CPM-ന് ഗുണം ചെയ്യാത്തൊരു സാഹചര്യം തന്നെയായിരുന്നു. കാരണം നമുക്കറിയാലോ, സംസ്ഥാനത്ത് CPIM-ഉം BJP-യും തമ്മിൽ ഒരു അന്തർധാര സജീവമാണ് എന്നൊക്കെയാണ് കോൺഗ്രസ് വലിയ ആരോപണമായി ഉന്നയിക്കുന്നത്. ഒരു രാഷ്ട്രീയ പ്രചരണമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമുണ്ടായത് CPM-ന്റെ സഹായത്തോടെയാണ് എന്നതാണ് വലിയ ആരോപണമായി കോൺഗ്രസ് ഉന്നയിക്കുന്നത്. ആ ഒരു ഘട്ടത്തിലാണ് രാഷ്ട്രീയമായി CPIM ദേശീയ നേതൃത്വം എതിർക്കുന്ന PM-ശ്രീ പദ്ധതി ഒപ്പുവയ്ക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് CPIM ഭരിക്കുന്ന സർക്കാർ പോകുന്നത്. അതും LDF-ൽ ചർച്ച ചെയ്യാതെ CPIയുടെ ശക്തമായ എതിർപ്പ് നിലനിൽക്കെ CPIയോട് ചർച്ച ചെയ്യാമെന്ന് ഉറപ്പ് പറഞ്ഞ ശേഷമാണ് ആ ചർച്ച ചെയ്യാതെ പോയി ഒപ്പുവയ്ക്കുന്നത്. അപ്പോൾ അതൊക്കെ അനാവശ്യമായൊരു നീക്കമായി പോയി. അതുകൊണ്ട് തന്നെയാണ് സർക്കാരിനത് പിൻവലിക്കേണ്ടി വന്നത്. ഏതായാലും ഇപ്പോൾ ഒരുപാട് വൈകിയെങ്കിലും ഇന്നലെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് അറിയിച്ചുകൊണ്ടുള്ള കത്ത് കേന്ദ്രത്തിന് അയച്ചിട്ടുണ്ട്. ഏതായാലും ഇനിയിപ്പോൾ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ആശങ്ക എന്നത് ഈ SSA ഫണ്ട് വൈകുമോ എന്നതാണ്. ആ ഒരു ആശങ്കയിൽ നിന്നുകൊണ്ടാണ് ഇന്ന് മന്ത്രി V ശിവൻകുട്ടി ഇങ്ങനെയൊരു അഭിപ്രായം പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം നമുക്കറിയാം, മന്ത്രി V ശിവൻകുട്ടി ദില്ലിയിൽ എത്തിയിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ ഈ ഫണ്ട് എത്രയും വേഗം അനുവദിക്കണം എന്ന അഭ്യർത്ഥന മുന്നോട്ട് വെച്ചു. അനുവദിക്കുന്ന കാര്യത്തിൽ നടപടി സ്വീകരിക്കാം എന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് എന്നാണ് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചത്. ഏതായാലും ഇപ്പോൾ കേരള സർക്കാർ എടുത്തിട്ടുള്ള ഒരു തീരുമാനം കൊണ്ട് ആ ഫണ്ട് തടഞ്ഞു വെക്കുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി മന്ത്രി V ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാണിച്ചതാണ്. ഏതായാലും അവിടെ നിന്ന് പിന്നെ എന്ത് മാറ്റമാണ് ഉണ്ടായത് എന്ന് നമുക്കറിയില്ല. ഏതായാലും അനാവശ്യമായ പ്രതികരണങ്ങളായി പോയി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒറ്റക്കെട്ടായി CPIയും CPM-ഉം
CPIM ഈ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതായിരുന്നു. ഇവിടെ ഈ SSA ഫണ്ട് നേടിയെടുക്കുക എന്നത് ആവശ്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ ഈ സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിന് ഒരു നിലപാട് അറിയിക്കേണ്ട സാഹചര്യമുണ്ട്. കാരണം ഈ സ്പെഷ്യൽ അധ്യാപകരുടെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ജനുവരി മാസത്തിനകം അന്തിമ തീരുമാനമെടുക്കണം, നിയമനം പൂർത്തിയാക്കണം, എഡ്യൂക്കേറ്റേഴ്സിനെ നിയമിക്കണം എന്നൊക്കെ സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഫണ്ടില്ല എന്നതായിരുന്നു കേരള സർക്കാരിന്റെ ഇക്കാര്യത്തിലെ ഒരു പ്രതികരണം. ഫണ്ട് അനുവദിക്കാം എന്ന് സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാർ മറുപടി നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുന്ന സാഹചര്യത്തിൽ എത്രയും വേഗം ഇവരെയൊക്കെ തന്നെ നിയമിക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയമായി കൂടി CPIMന്റെ ഒരു ആവശ്യമാണ്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ മന്ത്രി വി ശിവൻകുട്ടി ഇക്കാര്യത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്നത് കേന്ദ്ര സർക്കാർ ഒരു വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നു, ആ നയം രാഷ്ട്രീയമായി അംഗീകരിക്കാനാകാത്തത് എന്നൊരു നിലപാട് സംസ്ഥാനത്തായാലും ദേശീയ തലത്തിലായും ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കുകയാണ്. അപ്പോൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് മറ്റൊരു ഫണ്ട് കിട്ടാനായി ഈ ഒരു നയം നടപ്പാക്കുന്ന തീരുമാനത്തിലേക്ക് CPIM പോകുന്നത് തീർച്ചയായും രാഷ്ട്രീയമായി ഗുണം ചെയ്യില്ല. അപ്പോൾ CPIMനെ സംബന്ധിച്ച് രാഷ്ട്രീയമായി നട്ടെല്ല് വളയ്ക്കലായി എന്ന് പ്രതിപക്ഷം ആരോപിച്ചാൽ അത് കേൾക്കേണ്ടി വരും CPIMന്. അപ്പോൾ ഇതൊരു തെരഞ്ഞെടുപ്പ് കാലമാണ്. CPIM എന്നവർ പറയുന്ന പാർട്ടി ആയാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളായാലും പൊരുതിയും പോരാടിയും തന്നെയാണ് ഈ പാർട്ടി എല്ലാ കാലത്തും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ പുന്നപ്ര വയലാർ സമരം നടന്നത്, പുന്നപ്ര വയലാർ സമരം മുതൽ കേരളം കണ്ടിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളും, ഇന്ത്യ കണ്ടിട്ടുള്ള എല്ലാ പോരാട്ടങ്ങളിലുമൊക്കെ തന്നെ ഇടതുപക്ഷ പാർട്ടികൾ നിലയുറപ്പിച്ചിട്ടുള്ളത് പൊരുതി തന്നെയാണ്. ഇത്തരം നിലപാടുകളെ ശക്തമായി നേരിട്ടുകൊണ്ട് തന്നെയാണ് ഇടതുപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ ഒരു തെറ്റായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു ചരിത്രമില്ല. അപ്പോൾ അവിടെ ഒരു തെറ്റായ രീതി ഈ ഒരു വിഷയത്തിൽ കേരളത്തിൽ CPIM എടുത്തു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് CPIMന് ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത്. അത് തീർന്നതാണ്. ഇനി അത് വീണ്ടും കുത്തിപ്പോക്കി ഒരു അനാവശ്യ വിവാദമാക്കി മുന്നോട്ട് പോകേണ്ട ഒരു കാര്യമില്ല. ഇനിയിപ്പോൾ ഇതിന്റെ ബാക്കി എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കാരണം PM ശ്രീയിൽ ഒരു തവണ ഒപ്പിട്ടാൽ പിന്നീട് PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാനത്തിന് ഏകപക്ഷീയമായി തീരുമാനമെടുക്കാനാകില്ല എന്നൊക്കെയാണ് ഈ MOയിൽ ഉള്ളത് എന്ന് പറയുന്നു. പക്ഷേ ഒരു സംസ്ഥാനത്തിന് സ്വതന്ത്രമായി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്താൽ കേന്ദ്ര സർക്കാരിന് അതിനെ അടിച്ചേൽപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പഞ്ചാബ് സർക്കാർ ആദ്യം ഈ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചു. അവിടുത്തെ ആദ്യ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത്. പിന്നീട് അത് ആം ആദ്മി പാർട്ടി വന്നപ്പോൾ അത് നടപ്പാക്കേണ്ട എന്ന് തീരുമാനിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ സ്വാഭാവികമായും ഇപ്പോൾ കേരളത്തോട് ചെയ്യുന്ന പോലെ തന്നെ അവിടുത്തെ SSA ഫണ്ട് തടഞ്ഞു വെച്ചു. പക്ഷെ ആ ഫണ്ട് കിട്ടാതെ വന്നപ്പോൾ വീണ്ടും ആം ആദ്മി പാർട്ടി സർക്കാർ വീണ്ടും ഈ ഒരു PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനത്തിലേക്ക് പോയി. പക്ഷേ ഈ ഫണ്ട് കിട്ടുക എന്നത് മാത്രമല്ലല്ലോ, ഒരു രാഷ്ട്രീയ നിലപാട് വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കുക എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മൾ ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷ പാർട്ടികൾ ഉണ്ടായിരുന്നപ്പോഴാണ് ഈ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളൊരു പദ്ധതി തന്നെ നടപ്പാക്കാനുള്ളൊരു തീരുമാനം ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ദേശീയ തലത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ എടുത്തിട്ടുള്ള സമീപനം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്ന് ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് ഒന്നാം UPA സർക്കാരിന് പിന്തുണ നൽകുമ്പോൾ അന്ന് തയ്യാറാക്കിയ കോമൺ മിനിമം പരിപാടിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു. അന്ന് ഇടതുപക്ഷം ആ സർക്കാരിന്റെ ഭാഗമായി ഉണ്ടായതുകൊണ്ട് മാത്രമാണ് പല പ്രധാനപ്പെട്ട പദ്ധതികളും അന്ന് നടപ്പാക്കാൻ കഴിഞ്ഞതും അന്ന് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതുമൊക്കെ. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇന്ത്യയിൽ അത്യാവശ്യമാണ്. ആ രാഷ്ട്രീയം ഇത്തരം വിഷയങ്ങളോട് ശക്തമായി പൊരുതി നിൽക്കുക തന്നെ വേണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ ഒരു അനാവശ്യ വിവാദമുണ്ടാക്കാതെ ഒറ്റക്കെട്ടായി നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ CPIM ഒക്കെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഈ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇത്രയും നമ്മളൊരു പണം കിട്ടിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് ബിനോയ് വിശ്വം പറയുന്നത് പോലെ ഈ വയനാട്ടിൽ അവിടെ പുനരധിവാസ പ്രവർത്തനത്തിന് കേന്ദ്രം നൽകേണ്ട പണം ഇതുവരെ നൽകിയിട്ടില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിൽ ഈ ദുരന്തമുണ്ടായ സമയത്ത് വന്നതാണ്. മുണ്ടക്കൈ ചുരൽമല ദുരന്തമുണ്ടായ സമയത്ത് പ്രധാനമന്ത്രി സന്ദർശിച്ചതാണ്. അദ്ദേഹം നേരിട്ട് കണ്ടതാണ് അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ എന്നത്. അപ്പോൾ അദ്ദേഹം നേരിട്ട് കണ്ട് തിരിച്ചുപോയ ശേഷം ഇന്നേ വരെ അവിടുത്തെ ജനങ്ങളുടെ പുനരധിവാസ പ്രവർത്തനത്തിന് ഒരു പൈസ പോലും നൽകാത്തൊരു സാഹചര്യമുണ്ട്. നൽകിയ പൈസയാണെങ്കിൽ അതൊരു വായ്പയാണ്. പിന്നീട് അതിനുശേഷം നൽകിയതും ചെറിയൊരു തുക മാത്രമാണ്. അതുകൊണ്ട് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ല. അപ്പോൾ അതും വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം എത്ര മനുഷ്യരാണ് തെരുവിൽ ജീവിക്കുന്നത്, എത്ര മനുഷ്യരാണ് അതിൽ ദുരന്തത്തിലായത്. അപ്പോൾ അവരെ കൂടി സഹായിക്കാനുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ, നമുക്കറിയാം പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാർ ഇതേ സമീപനമാണ്. എല്ലാ പ്രതിപക്ഷ സംസ്ഥാനങ്ങളെയും പരമാവധി സാമ്പത്തികമായി ഞെരുക്കുക
എന്നത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. അതിനിപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടും തമിഴ്നാട് അതിനെതിരെ പൊരുതുന്നുണ്ട്, പശ്ചിമ ബംഗാൾ അതിനെതിരെ പോരാട്ടം നടത്തുന്നുണ്ട്. കേരളത്തിന് സ്വാഭാവികമായും പ്രതിസന്ധിയുണ്ട്. കാരണം തമിഴ്നാട് പോലെയോ പശ്ചിമ ബംഗാൾ പോലെയോ അല്ല കേരളം ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ടൊക്കെ തന്നെ വളരെ പരിമിതമായ ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് ഇത്തരം ഫണ്ടുകളൊക്കെ തന്നെ കേരളത്തിന് ആവശ്യമാണ്. പക്ഷെ അപ്പോഴും ഒരു രാഷ്ട്രീയ നിലപാട് അടിയറ വെക്കാതെ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു മുന്നോട്ട് പോയി ഒപ്പം തന്നെ ഈ ഒറ്റക്കെട്ടായി എല്ലാ പാർട്ടികളും ഇടതുപക്ഷ പാർട്ടികളും ഒക്കെ തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകണം. കാരണം ഇടതുപക്ഷ രാഷ്ട്രീയം നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരം നിലപാട് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ, ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മൂന്നാം ഭരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് കേരളത്തിൽ ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മൂന്നാം ഭരണം സാധ്യമാകണമെങ്കിൽ തീർച്ചയായും ഈ LDF-നുള്ളിൽ തന്നെ ഒരു പ്രശ്നം എന്നൊരു തോന്നൽ ജനങ്ങൾക്കുണ്ടാകുന്ന തരത്തിലേക്ക് ഒരു വിഷയം ഉയർന്നു വരാൻ പാടില്ല. Meet the editors.